ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോട് ഒരു ഹൈപ്പും ഒരു ലൈക്കും ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. ഇന്നത്തെ വിശേഷം അത് രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ രോഹിത്തിനെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന അലീനെ ഇങ്ങനെ കാണിക്കുകയാണല്ലോ. അപ്പം അലീന മുഖം കഴുകി കൊടുക്കുന്നു, ബ്രഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെ ബാലചന്ദ്രനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാണ് കേട്ടോ നമ്മുടെ കൃഷ്ണമോളം. അപ്പം ബാലചന്ദ്രൻ വല്ലാത്തൊരു അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഏതായാലും അലീന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ട് ഒരുപാട് സന്തോഷം ബാലചന്ദ്രന് തോന്നുക. കാരണം ഒരു അമ്മ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മുടെ അലീന ചെയ്തു കൊടുക്കുന്നത്. ഒരമ്മ ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും അലീന ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ലല്ലോ, നമ്മുടെ രോഹിത്തെ ഛർദ്ദിച്ച് മൊത്തം അലീനയുടെ ദേഹമൊക്കെ കുളവാക്കി. എന്നിട്ട് പോലും ഒരു അറപ്പോ വെറുപ്പോ ഇല്ലാതെ രോഹിത്തിനെ പരിചരിക്കാനും രോഹിത്തിനെ വൃത്തിയാക്കാനും ഒക്കെ നമ്മുടെ അലീന കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനോട് വലിയൊരു ബഹുമാനവും ഒക്കെ തോന്നുന്നുണ്ടേ ഈ പറയുന്ന ബാലചന്ദ്രന്. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു, ബാമോളെ നമുക്ക് പോകാന്ന് പറയുമ്പോ എന്താ പറ്റി അച്ഛ ഇവിടെ നിൽക്കാത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, നമ്മൾ അവിടെ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കണ്ട, അവള് ചെയ്തു കൊടുക്കട്ടെ, അവന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ. അവളുടെ സഹോദരനല്ലേ, അപ്പം അവള് ചെയ്തു കൊടുക്കട്ടെ. അമ്മയ്ക്ക് തുല്യം തന്നെയാണ് അവള്. ഏതായാലും അവള് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കട്ടെ. ഇതൊക്കെ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ, നിന്റെ അമ്മയ്ക്ക് ചിന്തിക്കാനുള്ളൊരു ബുദ്ധിയും ബോധവും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം, അല്ല ബബിതേച്ചിയുടെ കാര്യം അച്ഛൻ അറിഞ്ഞായിരുന്നോ? ബബിതേച്ചി ഒരുപാട് മാറി. ബബിതേച്ചി ഉണ്ടല്ലോ, അലീന ചേച്ചിക്ക് ബബിതേച്ചിയുടെ ഡ്രസ്സ് കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അത് മാത്രമല്ല കേട്ടോ, ബബിതേച്ചി ഇന്നലെ രാത്രി അങ്ങാണ്ട് രോഹിതേട്ടന് ഒട്ടും വയ്യാണ്ടായി അത്രേ. ആ സമയത്ത് അലീന ചേച്ചി വന്നു നോക്കി കിച്ചണിൽ ചെന്ന് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അലീന ചേച്ചി ചുക്ക് കാപ്പിയായിട്ട് പോയി. അപ്പോഴത്തേക്കും പുറകെ ബബിതേച്ചി വെള്ളമായിട്ട് ചെന്നു. അപ്പൊ പിന്നെ ബബിതേച്ചിക്ക് അലീന ചേച്ചിയുടെ സ്നേഹമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങനെ അലീന ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഒരു വെള്ളവും ഒരു ചെറിയ ടർക്കിയൊക്കെ ആയിട്ട് പോയതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബാലചന്ദ്രൻ ചോദിക്കുക, ബബിതയോ? ആ അതേന്നേ, ഈ വീട്ടിലെ എല്ലാവരും മാറി തുടങ്ങി അച്ഛ. ഇനി മാറാനായിട്ടുള്ളത് വേറെ ആരുമല്ല, അച്ഛന്റെ ഭാര്യയാണ്. അച്ഛന്റെ ഭാര്യ കൂടി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, അലീന ചേച്ചീനെ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ലാത്ത ഇടത്തായിരിക്കും അലീന ചേച്ചി നിൽക്കുന്നത്. കാരണം അമ്മയുടെ സ്നേഹം കൂടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അലീന ചേച്ചി ആരാ? നമ്മളെ പോലെ തന്നെയല്ലേ, ഈ വീട്ടിലൊരാളല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതിന് നിന്റെ അമ്മ നിന്റെ ചേച്ചിയെ സ്നേഹിക്കുന്നു, അമ്മ നിന്റെ ചേച്ചീനെ സ്നേഹിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അതെന്താ അച്ഛാ? അല്ല, അമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണെങ്കിൽ ഒരു പക്ഷെ സ്നേഹിച്ചു തുടങ്ങൂലോ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അച്ഛനൊന്നും പറയാത്തിടത്തോളം കാലം അമ്മയ്ക്ക് അലീന ചേച്ചിയോട് സ്നേഹം ഉണ്ടാകാൻ തോന്നുന്നില്ല. പക്ഷേ അമ്മയോട് സത്യങ്ങളൊക്കെ അച്ഛൻ തുറന്നു പറഞ്ഞാലുണ്ടല്ലോ, ആരാ പറഞ്ഞത് അലീന ചേച്ചിനെ അമ്മ സ്നേഹിക്കില്ല എന്ന്? അമ്മ സ്നേഹിക്കും, അത് ഉറപ്പാന്ന് പറയുമ്പോ അതൊക്കെ നിന്റെ തോന്നലാ മോളെ. വൈജ ആരാന്നാ നീ വിചാരിച്ചിരിക്കുന്നത്? ഈ പറയുന്ന രോഹിത്തും ബബിതയും ഒക്കെ സ്നേഹം കാണിക്കുന്നുണ്ട് അലീനയോട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും വൈജ സ്നേഹം കാണിക്കത്തില്ല. അവള് ഒരു തെറ്റുകാരിയാണ് എന്ന് ഞാൻ അറിഞ്ഞു, മക്കൾ അറിഞ്ഞു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലേ അവിടെ അവള് സ്വയം ജീവൻ അവസാനിപ്പിക്കുകയല്ലാതെ അവൾ ഒരു തീരുമാനം എടുക്കാൻ പോകത്തില്ല. അവക്ക് വേറെ ഒന്നുമല്ല വലുത്. അവളുടെ അഭിമാനം, വാശി, നിർബന്ധങ്ങൾ, അഹങ്കാരം, അതൊക്കെയാണ് അവക്ക് വലുത്. അല്ലാതെ ഒരിക്കലും അവള് അലീനയെ മകളായിട്ട് സ്വീകരിക്കത്തില്ല. ആ നിമിഷം അവളുടെ ജീവൻ ഒടുക്കി അവൾ ഇവിടെ നിന്ന് സ്വർഗലോകത്തേക്കല്ല പോകാൻ പോകുന്നത്, നരകത്തിലേക്ക് അവൾ പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും അപ്പം പറയുന്നത് തെറ്റായിരിക്കുമോ അച്ഛാ? അപ്പൊ പറയണ്ടേന്ന് ചോദിച്ചപ്പോ ഇപ്പൊ അവൾ അറിയണ്ട മോളെ, അവൾ അറിയണ്ട. അവളുടെ അഹങ്കാരം ഉണ്ടല്ലോ, അത് അവസാനിക്കണം. അവളുടെ അഹങ്കാരം അവസാനിപ്പിച്ച് അവളുടെ അഹങ്കാരമൊക്കെ അവളൊരു മൂർച്ഛാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ, അതും അലീനയെ സ്നേഹിക്കാൻ പറ്റാത്തൊരു സമയത്ത്, മക്കൾ ആര് എന്ത് എന്നൊക്കെ അറിഞ്ഞിട്ടും അവക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടും അത് പ്രകടമാക്കാൻ പറ്റാത്തൊരു സമയത്ത് അവൾ അന്ന് അറിയണം, അവൾ ചെയ്ത അഹങ്കാരത്തിനെല്ലാം അന്ന് അവൾക്ക് പ്രതിഫലം ഞാൻ കൊടുത്തിരിക്കും. ഏതായാലും മോളൊരു കാര്യം താഴേക്ക് ഇറങ്ങിപ്പോക്കോ. അവര് ആങ്ങളെയും പെങ്ങളും അല്ലേ, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അലീനയെങ്കിൽ അലീന, അവനിപ്പം ആരെങ്കിലും ഒരാൾ സഹായം ഉണ്ടായല്ലേ പറ്റത്തുള്ളൂ. അതിന് അലീന തന്നെ ഏറ്റവും നല്ല ആള്. ഏതായാലും ഞാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ
പോവാണ് കേട്ടോ. ഈ സമയത്ത് കൃഷ്ണമോള് ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുക. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയും ഒക്കെ ഉള്ള ആ ഒരു വലയമായിരുന്നല്ലോ കൃഷ്ണമോളുടെ. അപ്പൊ അതിൽ നിന്നൊരു പെട്ടെന്നൊരു മാറ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാതെ അങ്ങ് എന്താ പറയാ, അലീന ചേച്ചിനെ വേണോം താനും, അച്ഛന്റെ അമ്മയുടെ സ്നേഹവും അവിടെ ഉണ്ടാകണം. അപ്പൊ ഇത് വല്ലാണ്ടങ്ങ് എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയിൽ അങ്ങ് ആയിപ്പോയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കൃഷ്ണമോള. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമോൾ ഇറങ്ങി വന്നു. കൃഷ്ണമോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ബബിത ചോദിച്ചു, അല്ല അലീന മേളിലുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു ആ ഉണ്ട്, അലീന ചേച്ചി മേളിലുണ്ട്. എന്താ ബബിത ചേച്ചി? ഏയ് അല്ല ബബിത ചേച്ചി ഇപ്പൊ എന്തിനാ അലീന ചേച്ചിനെ തിരക്കുന്നതെന്ന് ചോദിക്കാണേ. അപ്പൊ പറഞ്ഞു ഏയ് വേറൊന്നും അല്ല, എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കൃഷ്ണമോളെ, ഈ അലീന ആരാ, എന്തുവാ, എങ്ങനെയാണെന്നൊന്നും. അല്ല അവൾ എന്തുമാത്രം ദ്രോഹിച്ചതാ രോഹിത്, നിനക്കറിയാലോ. ഹരിയുടെ കൂടെ ചേർന്നിട്ട്, ആ വൃത്തികെട്ടവൻ ഹരിയുടെ കൂടെ ചേർന്നിട്ട് അവളെ റേപ്പ് ചെയ്യാൻ വരെ ശ്രമിച്ചതല്ലായിരുന്നോ രോഹിത്? എന്നിട്ടും അവൾക്ക് എങ്ങനെ ഇത്ര സ്നേഹം രോഹിത്തിനോട് വരുന്നത്? അതെനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞല്ലോ. അതെ, അലീന ചേച്ചി ആരാ, എന്താ, എങ്ങനെയാ എന്നൊക്കെ ഇപ്പം ബബിത ചേച്ചിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. അലീന ചേച്ചി അങ്ങനെയാ, ദ്രോഹിച്ചവരോടും അലീന ചേച്ചി ദ്രോഹം തിരിച്ചു കാണിക്കില്ല. അലീന ചേച്ചി സ്നേഹത്തിന്റെ വഴി കൊണ്ടുപോയി ആ ദ്രോഹം ചെയ്തവരെ തിരിച്ചു കൊണ്ടുവരികയുള്ളൂ. അല്ലാതെ ഒരിക്കലും അലീന ചേച്ചി ദ്രോഹത്തിന് പകരം ദ്രോഹമായിട്ട് ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അതാണ് അലീന ചേച്ചി. ഇനിയെങ്കിലും ബബിത ചേച്ചി അതൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് വീണ്ടും ബബിത ഇങ്ങനെ ആലോചിച്ചു നിൽക്കും. എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എങ്കിലും എന്നെ കൊണ്ടൊന്നും പറ്റൂല്ലോ ഇതിന്, ഞാനൊന്നും ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ. ഇത് വല്ലാത്തൊരു മനസ്സ് തന്നെയാണല്ലോ അലീനയുടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ കൃഷ്ണമോള് പകുതി വരെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും ബബിത എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കാം. അപ്പൊ നമ്മുടെ കൃഷ്ണമോൾ എന്ത് ചെയ്തു, എന്തു പറ്റി, എന്താ ഈ ആലോചിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് ഇങ്ങനെ കൃഷ്ണമോള് പറഞ്ഞപ്പോ, അല്ല എന്തോ ഉണ്ട്, എനിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതേ, അലീന ചേച്ചി ആരാ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇപ്പം ബബിത ചേച്ചി ഇവിടെ നിൽക്കുന്നത്. അലീന ചേച്ചിയുടെ സ്വഭാവം ഇപ്പം മനസ്സിലായല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ ബബിത ചേച്ചി ആണെങ്കിലോ അലീന ചേച്ചി ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. പോട്ടെ, അതൊക്കെ പോട്ടെ. പക്ഷേ അലീന ചേച്ചിയുടെ ദേഹത്തുനിന്ന് പെട്രോൾ അല്ല മണ്ണെണ്ണ ഒഴിച്ചവരോട് അലീന ചേച്ചി എന്താ ചെയ്തതെന്ന് ബബിത ചേച്ചിക്ക് അറിയാലോ. അവര് വേണമെങ്കിൽ പോലീസിന് പിടിച്ചേൽപ്പിച്ചു കൊടുക്കത്തില്ലായിരുന്നോ? എന്നിട്ട് പോലും അലീന ചേച്ചി അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ എന്തൊക്കെയോ ഇല്ലേന്നൊന്ന് ബബിത ചേച്ചി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മാത്രമല്ല അമ്മയോട് ചെന്ന് വേണമെങ്കിലേ ഈ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുക. അലീന ചേച്ചി ആരാ, എന്താ, എങ്ങനെയാണെന്നൊക്കെ അമ്മയും കൂടെ ഒന്ന് അറിയട്ടെ. നമ്മളെല്ലാവരും കൂടെ അലീന ചേച്ചിയുടെ പക്ഷത്താണെന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായേക്കും, ശരിയാണ്. പക്ഷെ അതിൽ എന്തൊക്കെയോ ഒരു ശരിയുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നൂല്ലോ. അതുകൊണ്ട് മനുവേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അപ്പൊ ഒന്ന് ഇരുത്തി ചിന്തിച്ച് ആലോചിച്ച് നോക്ക് അലീന ചേച്ചി ആരാ എന്തുവാണെന്നൊക്കെ. അപ്പോഴേ ചേച്ചിക്ക് അതിനുള്ള ആൻസർ കിട്ടും. പിന്നെ അമ്മയും ചേച്ചിക്ക് പറഞ്ഞു മാറ്റാനായിട്ട് പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു മാറ്റ്. കാരണം അലീന ചേച്ചി ഈ വീട്ടിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസാണ് നമുക്ക്. അലീന ചേച്ചി ഈ വീട്ടിൽ വേണം. അലീന ചേച്ചി അറിയാലോ, അമ്മ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാ ഇപ്പൊ അലീന ചേച്ചി ചെയ്തു കൊടുക്കുന്നത് എന്ന്. അപ്പൊ അമ്മയ്ക്ക് തുല്യല്ലേ അലീന ചേച്ചി? മനസ്സിലായല്ലോ അലീന ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പം എന്താണെന്ന് വെച്ചാൽ ചെയ്യൂട്ടോ. അല്ല സമയം പോയില്ലേ, ചെല്ല് റൂമിൽ ചെന്നിട്ട് ആ മുടിയന് മെസ്സേജ് ഒക്കെ അയക്കണ്ടേ? അലീന ചേച്ചി പറഞ്ഞല്ലേ ആ മുടിയനെ സൂക്ഷിക്കണമെന്ന്. അന്ന് രോഹിതേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അലീന ചേച്ചി പറഞ്ഞതാ പോകരുതെന്ന്. അത് കേൾക്കാതെ നമ്മുടെയൊക്കെ ഏട്ടൻ ഇറങ്ങി പോയിട്ടാ ഇപ്പൊ ഈ അനുഭവിക്കുന്നത്. ഈ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാകാതിരിക്കാൻ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അലീന ചേച്ചി പറയുന്ന പോലെയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോൾ അങ്ങ് പോവാട്ടോ ചെയ്തത്. അപ്പോഴത്തേക്കും ചെറിയൊരു പേടിയൊക്കെ നമ്മുടെ ബബിതയ്ക്ക്. ഇനിയിപ്പം മുടിയൻ നമ്മുടെ ബബിതയുടെ ലവർ ഇനിയിപ്പം എന്താ പറയാ, ജെനുവിൻ ആണോ അതോ ഇനിയിപ്പോ അലീന പറഞ്ഞതുപോലെ, അലീന പറഞ്ഞായിരുന്നല്ലോ അവനെ കണ്ടാ അറിയാം, അവൻ കഞ്ചാവാണ്, കള്ളാണ്, പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ബബിത. അലീന പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പം ചിന്തിക്കാതിരിക്കാൻ പറ്റത്തുമില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയനെ ഫോൺ വിളിക്കാനുണ്ട്. അപ്പം ശിവനും ഗംഗേട്ടൻ പോയി. അപ്പൊ ശിവനുണ്ട്. അപ്പൊ ശിവനാണ് ഫോൺ വിളിക്കുന്നത്. ശിവൻ മാത്രമല്ല അതിന്റെ കൂടെ കമലയുണ്ട്. അപ്പൊ കമലയാണ് ആദ്യം ഫോൺ വിളിക്കുന്നത്. അപ്പൊ കമല ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുണ്ട് വൈജയ്, നിനക്ക് അവിടെ വിശേഷമൊക്കെ, പുതിയ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോ, പുതിയ ജീവിതമോ, അല്ല നിനക്ക് പുതിയ ജീവിതമാണല്ലോ ഇത്, പുതിയ ജീവിതമാണല്ലോ നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോ രണ്ടാം ജന്മം എന്നൊക്കെ നിനക്ക് വേണമെങ്കിൽ പറയാലോ എന്ന് പറഞ്ഞപ്പോ, ഒരു കണക്കിന് നോക്കുവാണെങ്കിൽ ഇത് രണ്ടാം ജന്മം ഒക്കെ തന്നെയാ കമലയിടത്തി. അങ്ങനെയൊക്കെ തട്ടിയും പോകുന്നു. വൈജയിടത്തിയുടെ അല്ല കമലയിടത്തിയുടെ കെട്ടിയവനും എന്റെ മൂത്ത ആകളെയും കൂടെ ചേർന്ന് കൊണ്ടോ ഇപ്പം വല്ലാത്തൊരു കുരുക്കിലാണല്ലോ എന്നെ പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, എന്ത് കുരുക്കിലാ നിന്നെ പെടുത്തിയിരിക്കുന്നത്? ഞാൻ ഇപ്പൊ പെട്ട് കിടക്കുന്ന കുരുക്ക് എന്താണെന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ ഇവിടെ ഓരോന്ന് ഞാൻ കാണുന്നത്. എന്താ അലീന അവിടെ ഉണ്ടോ?
പിന്നെ അലീന ഇവിടെ ഇല്ലാതെ അലീന എവിടെ പോകാനാ? അലീന ഇവിടെ നിന്ന് ബാലചന്ദ്രൻ പറഞ്ഞു വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അലീന ഇവിടുന്ന് ബാലചന്ദ്രൻ പറഞ്ഞു വിടത്തില്ല. ഇപ്പൊ ഞാൻ അതിനോടൊത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അവിടെ നിന്റെ കെട്ടിയവനുണ്ടല്ലോ, നിന്റെ കെട്ടിയവൻ സഹിതം എന്നെ ഇവിടെ കൊണ്ടാക്കിയതുണ്ടല്ലോ, അതിനുവേണ്ടി തന്നെയാ. പക്ഷെ ഈ വൈജ അങ്ങനെ മുന്നോട്ടേക്ക് പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നെങ്കിൽ അലീന, അല്ലെങ്കിൽ വൈജ. അവരിൽ രണ്ടു പേരിൽ ഒരാൾ മാത്രമേ ഈ വീട്ടിൽ ഇനി ഉണ്ടാകത്തുള്ളൂ. കൂടിപ്പോയ 2-3 ദിവസം. അതിനുള്ളില് വൈജ ഇവിടെ നിന്ന് അവളെ ഇറക്കി വിട്ടിരിക്കും, അല്ലെങ്കിൽ വൈജ ഇവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും കമല പറയുന്നുണ്ട്, എന്റെ പൊന്നു വൈജയെ നീ ഒന്ന് അടങ്ങ്. കാരണം നീ ഇപ്പൊ പറയുന്നതൊക്കെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ കുടുംബം വിട്ട് കളിക്കാനുള്ള കളിയൊന്നും കളിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം വേറൊന്നുമല്ല, നിനക്ക് 3 മക്കളുള്ളതല്ലേ, നിന്റെ മക്കൾക്ക് അച്ഛൻ വേണ്ടേ? അതിന് നീ ഈ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? അപ്പോഴത്തേക്കാണ് നമ്മുടെ ശിവൻ പെട്ടെന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാൻ കേട്ടോ. ശിവൻ പറഞ്ഞു, അല്ല നിനക്കിപ്പോ എന്താടി വേണ്ടതെന്ന് ചോദിച്ചപ്പം എനിക്കിപ്പോ എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആങ്ങളമാരെല്ലാവരും കൂടെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടു തരൂലോ. എനിക്ക് വേണ്ടതെല്ലാം, എനിക്ക് വേണ്ടത് കുറച്ച് മനസ്സമാധാനമാണ്. അത് തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അവനവൻ ഉണ്ടാക്കേണ്ട കാര്യമല്ലേ, മനസ്സമാധാനം മറ്റവർ തരേണ്ട കാര്യമാണോ? അല്ല കടയിൽ നിന്ന് വല്ലതും മേടിച്ചു തരാനുള്ളതാണെങ്കിൽ നിനക്ക് ഞാൻ മേടിച്ചു തന്നേനെ. പക്ഷെ ഇതിപ്പം നിന്റെ സമാധാനം കണ്ടെത്തേണ്ടത് നീയാ. അതിന് നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിനക്ക് സമാധാനം കിട്ടാനാ വെച്ചാൽ? നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ കൂടുതൽ ഇങ്ങോട്ടേക്കൊന്നും പറയണ്ട. ഞാൻ ഞാൻ നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, വെറുതെ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം എന്ന് പറയുമ്പോഴത്തേക്കും വൈജ നീ ഇനിയെങ്കിലും മനസ്സിലാക്ക്, നീ ആരെയും മുഷിപ്പിക്കാതെ നീ ജീവിക്കാൻ നോക്ക്. അലീനെ അവിടെ നിന്നെന്ന് ഓർത്തോണ്ട് നിന്റെ കാലം ഉള്ളുകൊള്ളാൻ പോകുന്നുണ്ടോ? അവൾ ആ വീട്ടിലെ സകല പണികളും ചെയ്തിട്ടല്ലേടി അവിടെ ജീവിക്കുന്നത്. അതിനിപ്പോ നീ മൈൻഡ് ആക്കുന്നത് എന്തിനാ? അവൾക്ക് പകരം വേറൊരു സർവന്റ് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേന്ന് ചോദിച്ചപ്പം പിന്നെ സർവന്റ്, അവളെ സർവന്റ് ആയിട്ടല്ലല്ലോ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഇവിടെ വാഴിക്കുന്നത്. അവളല്ലേ ഈ വീട്ടിലെ റാണി, അവളല്ലേ ഈ വീട്ടിലെ അധികാരി. അവള് പറയുന്നതല്ലേ ബാലചന്ദ്രൻ അനുസരിക്കത്തുള്ളൂ. അല്ലാതെ ഞങ്ങളാരും പറയുന്നതല്ലല്ലോ ബാലചന്ദ്രൻ അനുസരിക്കുന്നത്. അധികാരിനെ ഇവിടെ ഞാൻ കുറെ നാൾ വെച്ചോണ്ടിരിക്കും. അല്ല ഇപ്പൊ ഒരു കാര്യം ചെയ്യ, ശിവേട്ടൻ ഫോൺ വെക്ക, ശിവേട്ടന്റെ മോൻ അങ്ങ് ജയിലിൽ കിടക്കല്ലേ, ആ വക കാര്യങ്ങൾ അന്വേഷിക്കാൻ നോക്ക്. അല്ലാതെ ഇങ്ങോട്ടേക്ക് വിളിച്ച് ഇവിടെ ഒരു അന്വേഷണം നടത്താൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജി അങ്ങ് ഫോണും കട്ട് ചെയ്തു കേട്ടോ. വൈജിക്ക് ദേഷ്യം വന്നു. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ബാലചന്ദ്രൻ മേനോനോടൊപ്പം ആണല്ലോ ഇപ്പൊ എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ അവിടെ നമ്മുടെ കമല പറയുന്നുണ്ട്, അവളെ എത്ര കിട്ടിയാലും പഠിക്കത്തില്ല, നോക്കിക്കോ, അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവക്കൊരു വാക്ക് പറയായിരുന്നല്ലോ അലീനയോട്, നമ്മുടെ മോനെ രക്ഷിക്കാനായിട്ട്. അതിന് പോലും അവള് തയ്യാറായില്ല. പിന്നെ എങ്ങനെ അവള് ഗുണം പിടിക്കുന്നത്? എന്തെങ്കിലും കാണിക്കട്ടെ. നിങ്ങൾ പെങ്ങളുടെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കാതെ ഒരു കാര്യം ചെയ്യും, ആ ചെറുക്കൻ കൊച്ചിനെ പെട്ടെന്ന് ഇറക്കാൻ നോക്ക്. മോന അത് മറക്കരുത്. പെങ്ങളെന്നും പെങ്ങളായിരിക്കും, രക്തമെന്നും രക്തമൊക്കെ തന്നെ ആയിരിക്കാം. അവർക്കൊരു കുടുംബമായി, ജീവിതമായി, വാടായി എല്ലാം ആയി. തന്റെ മകൻ എന്നല്ല, സോറി, നമ്മുടെ മകൻ ഇപ്പൊ ജയിലിലാണ് ഉള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കമല അങ്ങോട്ട് പോവുകയാണ്. കമലയാണെങ്കിൽ ശിവശങ്കരമേനോടാണെങ്കിൽ മട്ടത്തു കമലയുടെ ഈ ഒരു വർത്താനം കേട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പോയാൽ മതിയെന്നേ ഉള്ളൂ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈജയ്ക്ക് എന്തോ വെള്ളവോ എന്തോ ഒക്കെ കുറച്ച് അത്യാവശ്യമൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ വൈജ കൃഷ്ണമോളെ എന്നൊന്നും അല്ല കേട്ടോ, കൃഷ്ണേ ബബിതേ എന്നൊക്കെ കിടന്ന് അലറുന്നുണ്ട്. എവിടെ നിന്ന് അവരാരും കേൾക്കണില്ല. ഏതായാലും അലീന കേട്ടു. അലീന കേട്ടിട്ട് അലീന ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയതും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബബിത പതുക്കെ റൂമിനകത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന കിച്ചണിനകത്തുണ്ടേ. നമ്മുടെ അലീന കിച്ചണിനകത്ത് ഇരിക്കുകയാണ്, അല്ല കിച്ചണിനകത്ത് നിൽക്കുകയാണ്. അപ്പൊ എന്താ മേഡത്തിന് വേണ്ടത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു കേട്ടോ നമ്മുടെ അലീന. അപ്പോഴത്തേക്കും നമ്മുടെ അലീനെ കണ്ടത് ഒരു മൈൻഡും ഇല്ലാതെ അങ്ങ് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ അങ്ങ് തട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വൈജ വീഴാൻ പോയതും നമ്മുടെ അലീന കയറി പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ തൊട്ടു പോകരുതെന്ന് പറഞ്ഞു. മേഡം വീഴത്തില്ലെന്ന് വെച്ചപ്പോ ഞാൻ വീണ അവിടെ കിടന്ന് ഞാൻ നിരങ്ങിക്കോളാം, നീ എന്നെ തൊടണ്ട, നീ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 7 വെള്ളത്തിൽ കുളിച്ചു കയറേണ്ട അവസ്ഥ വരും. ഞാൻ എത്ര പുണ്യ നദി മുങ്ങി കയറിയാലും നീ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറത്തില്ല, അങ്ങ് മാറി നിക്കടി എന്ന് പറഞ്ഞിട്ട് വൈജ ദേഷ്യം വന്നിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. പിന്നെ അലീനയ്ക്ക് ഇതിപ്പം മറ്റേ തഴമ്പ് പോലെയാണ്, കേട്ട് കൊണ്ട് തഴമ്പായിപ്പോയി. അതുകൊണ്ട് അലീന വലിയ കാര്യമൊന്നും ആക്കുന്നില്ല കേട്ടോ. ഏതായാലും ബബിത ഇതൊക്കെ കണ്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്. ബബിത ഇങ്ങനെ രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ വൈജയനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. വൈജ ഏതായാലും നമ്മുടെ അലീനയുടെ കൂട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അലീനയുടെ കൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയുടെ പക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ചോറ് തിന്നുന്ന ആർക്കും മനസ്സിലാകും അലീന ഒരു പാവമാണ് എന്ന്.
അപ്പം അതുകൊണ്ട് ആ ഒരു വശത്ത് തന്നെയാട്ടോ നിൽക്കുന്നത് നമ്മുടെ ബബിതയെ. അപ്പൊ ഇനിയിപ്പോ ഒറ്റയ്ക്കുള്ള കളിയാണ് നമ്മുടെ വൈജയ്ക്ക്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേരുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു കമന്റ് ഇടുന്നവർക്ക്. അപ്പം അതിന്റെ പ്രൈസ് കിട്ടിയിരിക്കുന്നത് കൃഷ്ണകുമാരി എന്ന് പറയുന്ന ഒരു മേഡത്തിനാണ് കേട്ടോ. അപ്പൊ കൃഷ്ണകുമാരി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ കമന്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജിൽഹാരിയ ബൈ ഹരിത ഷോർട്ട് വീഡിയോസിൽ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ജിൽ ചിന്നുവിനകത്ത്. അപ്പം അതിനകത്തേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ, അഡ്രസ്സും സെൻഡ് ചെയ്ത് തരണേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണാം. ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.